ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം 2-ന്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടിയ ഫയൽ കിട്ടിയോ എന്ന് മീനാക്ഷിയോട് വിളിച്ചു ചോദിക്കുന്ന വീണ മേഡത്തെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഫയൽ കിട്ടിയില്ല എന്നും ഉടനെ കിട്ടുമെന്നും മീനാക്ഷി പറയുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്, അതുമായി ബന്ധപ്പെട്ട് നീ മറ്റൊരു റിപ്പോർട്ട് കൂടി തയ്യാറാക്കണം എന്ന് പറഞ്ഞ് വീണ മേഡം ഫോൺ കട്ട് ചെയ്യുന്നു. ഇന്നെന്താ ചേച്ചി നേരത്തെ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര മീനാക്ഷിയുടെ അടുത്തേക്ക് എത്തുന്നു. ഇനി എന്നും നേരത്തെ വരാമെന്നും ചിലപ്പോൾ പോകേണ്ടി വരില്ല എന്നും മീനാക്ഷി പറയുന്നു. അപ്പോഴേക്കും ഗോമതിയും മിത്രയും എല്ലാവരും മീനാക്ഷിയുടെ അടുത്തേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട ഫയൽ കാണാതെ പോയി എന്നും ഇനി ആ ഫയൽ കിട്ടിയില്ല എങ്കിൽ ചിലപ്പോൾ തനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്നും മീനാക്ഷി ഗോമതിയോടും മിത്രയോടും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവിയെയാണ്. ദേവിയുടെ അമ്മ ദേവിയോട് പറയുന്നു, അവളുടെ ഫയൽ പോയെങ്കിൽ പോട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നം? അവൾക്കല്ലേലും ഒരു ഗവൺമെൻറ് ജോലിക്കാരിയാണെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അവളുടെ ജോലി പോയാൽ ആ അഹങ്കാരം അങ്ങ് മാറത്തില്ലേ എന്ന് അമ്മ, അതായത് ദേവിയുടെ അമ്മ ദേവിയോട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ദേവി പറയുകയാണ്, അല്ലമ്മേ, അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പേപ്പർ എനിക്ക് തറ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ്. ഈ പേപ്പർ ഞാനെടുത്ത് ബാലച്ചനെ കാണിക്കുകയും ചെയ്തു. ബാലച്ചൻ എന്നോട് ആ പേപ്പർ വായിച്ചു നോക്കാനും പറഞ്ഞു. ഞാനാണ് പറഞ്ഞത് വായിച്ചു നോക്കിയിട്ട് ഇതൊരു പ്രയോജനമില്ലാത്ത പേപ്പറാണെന്നും പറഞ്ഞ് കീറിക്കളയാൻ. ഇനി ഈ സത്യങ്ങളെല്ലാം പുറത്തു വരികയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. കൂടാതെ മീനാക്ഷിയുടെ ജോലിയും കൂടി നഷ്ടപ്പെട്ടതിന് കാരണക്കാരി ഞാനാണെന്ന് മനസ്സിലാക്കിയാൽ എന്നെ ദേവമംഗലത്തു നിന്നും പുറത്താക്കും. ഇത് കേട്ടപ്പോൾ ദേവിയുടെ അമ്മ പറഞ്ഞു, കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കാം. ഞാനാണെങ്കിൽ നിനക്ക് കുറച്ച് പായസം ഉണ്ടാക്കിത്തരാം, നീ ആ പായസം കൊണ്ട് കൊടുത്ത് അവിടെയുള്ള എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ഇതിനിടെ ദേവി പായസവുമായി ദേവമംഗലത്തെത്തുകയാണ്. അവിടെ എല്ലാവരും പേപ്പർ നഷ്ടപ്പെട്ട ടെൻഷനിൽ നിലനിൽക്കുമ്പോൾ ദേവി ചില മണ്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് പോയി നേരിട്ട് പറയാം പേപ്പർ നഷ്ടപ്പെട്ട കാര്യവും പുതിയൊരു പേപ്പർ തരാനും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ മിത്രയ്ക്കും മീനാക്ഷിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ചേച്ചിക്ക് ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ആർക്കെങ്കിലും കയറി ചെന്ന് ആ പേപ്പറുകളൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? കൂടാതെ ഈ പേപ്പർ നഷ്ടപ്പെട്ട് പുറത്താർക്കെങ്കിലും കിട്ടിയാലും അത് മീനാക്ഷിയുടെ ജോലിയെ ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മണ്ടത്തരം പറയണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ദേവി. എന്തായാലും പേപ്പർ തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ തന്നെ ദേവമംഗലത്തിൽ നിന്നും പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ പേപ്പർ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.